ഹലോ ഓൾ കോഴിക്കോടിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഒളോപ്പാറ എന്ന സ്ഥലത്തേക്കാട്ടോ ഞാനിന്ന് പോകുന്നത്. ഇതൊരു ബോട്ട് സർവീസ് സെന്റർ ആണ്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതേപോലെ കുറെ സർവീസ് സെന്റേഴ്സ് കാണാൻ പറ്റും. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഈവനിങ്ങിൽ ഇവിടുത്തെ വ്യൂ. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ സ്ഥലല്ലേ, അവിടെ ഉപ്പുവെള്ളം കുറച്ച് കുറവാണ്, എന്നാൽ ഇവിടെ നല്ല ഉപ്പുവെള്ളമാണ്. ഇതിനെ രണ്ട് ബണ്ടാക്കി തിരിച്ചിരിക്കുകയാണ്. കാച്ചിർ ബണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോ ഇറങ്ങാൻ പോകുന്ന ഈ സ്ഥലല്ലേ, ഇവിടെ നല്ല ആഴമാണ്, നല്ല ചളിയാണ്. സത്യമായിട്ട് എനിക്കിങ്ങനെ അടി കാണാത്ത വെള്ളത്തിൽ ഇറങ്ങാന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. എന്നാൽ ഞാൻ എന്തിനാ ഇറങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇറങ്ങുമ്പോഴുള്ളൊരു പേടി ഉണ്ടാവുള്ളൂ, ഇറങ്ങി കഴിഞ്ഞാൽ ആ പേടി ഉണ്ടാവില്ല എന്നാണല്ലോ പറയാം. അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് ചെരുപ്പിടാതെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ചെരുപ്പ് മുകളിൽ പോയി എടുത്ത് എന്നിട്ടാണ് ഇറങ്ങിയത്. ഇവിടെ ഇപ്പോൾ നല്ല ചളി ഇളകിയത് കാണില്ലേ? ഇതിന്റെ സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് നല്ല ആഴത്തിലുള്ള ചളി ഉണ്ടാവും. അവിടെ കുറച്ച് ആൾക്കാരെ കാണില്ലേ, അവിടാണ് എനിക്ക് എത്തേണ്ടത്. കോഴിക്കോട് സിറ്റിന്ന് 14 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ളത്. കോഴിക്കോട് കക്കോടി ചെലപ്രം വഴി ബാലുശ്ശേരി AR ഒളോപ്പാറ, കോഴിക്കോട് കുമാരസ്വാമി ചെലപ്രം, പിന്നെ പറമ്പത്ത് പാവൂല് വഴിയും ഈ സ്ഥലത്തേക്ക് വരാം. കോവിഡിന്റെ ടൈമിൽ ഞങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഈ കരക്ക് കുറെ ജെല്ലി ഫിഷ് ഉണ്ടായിരുന്നു. ഈ ജെല്ലി ഫിഷ് എന്ന് പറയുമ്പോൾ കടലിൽ കാണുന്ന ആ ബ്യൂട്ടിഫുൾ അല്ല, അത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ചിലർക്ക് തൊട്ടാല് ചൊറിച്ചില്, പൊള്ളല്, അതേപോലെ തന്നെ പല പ്രശ്നങ്ങളും അതിനെ കൊണ്ട് ഉണ്ടാകും. ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും ചിലരൊക്കെ അതിനെ കൈകൊണ്ട് പിടിച്ച് മാറ്റിയിടുന്ന കാണാം. ഞാൻ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇവർ വെള്ളത്തിൽ തന്നെ. പക്ഷെ ഇവർക്ക് ഇപ്പോഴൊന്നും കയറാനുള്ളൊരു ഭാവമില്ല. ഈ ബക്കറ്റ് നിറച്ചിട്ടേ അവർ കയറുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇതിങ്ങനെ പെറുക്കിയെടുക്കാന്ന് പറയുന്നത് നമ്മൾ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടും നല്ല ഹരമുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ തന്നെ പെറുക്കി നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് പറയുന്നത്, അത് ഞങ്ങൾ കഴിച്ചപ്പോഴാണ് അതിന്റെ ഒരു സുഖം മനസ്സിലായത്. ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെറുങ്ങനെ ഒരു പൊട്ടുപോലെ കാണുന്നുണ്ടോ? ഇവിടെ ഒന്നും പോരായിട്ട് അങ്ങ് അവിടെ പോയിട്ട് കക്കകാരിയാണ് എൻ്റെ മാമന്. മാമനാണ് ഇതിന്റെ കോർഡിനേറ്റർ. കാരണം വെള്ളം എപ്പം ഇറങ്ങും എപ്പം കയറും, അതുപോലെ തന്നെ ഏത് മീന് ഏത് സമയം എങ്ങനെയാന്നൊക്കെ ഉള്ളത് മാമൻ അറിയുന്നത്. ഓരോരുത്തരും ഓരോ സ്പോട്ടിലാണ്. ഇത് എൻ്റെ മാമന്റെ മക്കളാണ്. മാമന് ഫിഷിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. മക്കൾക്ക് അത് കിട്ടാതിരിക്കൂലോ. നമ്മുടെ നാട്ടിൽ നിന്ന് സാൽമൺ ഫിഷിനെ വരെ പിടിച്ചിട്ടുള്ള ആളാണ് എൻ്റെ മാമൻ. യഥാർത്ഥത്തിൽ ഇവനൊരു വിദേശിയാണെങ്കിലും നമുക്കിവിടെ ലക്കിന് കിട്ടിയതാണ്. വീട്ടിലെ അരിപ്പ വരെ എടുത്തിട്ട് ഇവിടെ ഓരോരുത്തർ വന്നത്. ഇവിടെ വരുന്നവരുടെ മെയിൻ വിനോദം എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. ഹൗസ് ബോട്ടും ഉണ്ട്, അതേപോലെ തന്നെ പെഡൽ ബോട്ട്സും ഉണ്ട്. നാടൻ ഫിഷും നാടൻ ഫുഡും ഒക്കെ ആയിട്ട് തനി കുട്ടനാടൻ വൈബാണ് ഇവിടെ. ഇത്രയും നേരമായിട്ടും ഈ ബക്കറ്റ് നിറഞ്ഞിട്ടില്ല. ഈ ബക്കറ്റിന് എപ്പം നിറയുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനപ്പം ഉണ്ടായിരുന്നത്. ഓരോ ബോട്ടിനും ഓരോ സ്പോട്ടാണുള്ളത്. ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ 3 കാണാൻ പറ്റും. മുമ്പൊക്കെ ഒരു ബോട്ട് സർവീസിന് 100 രൂപയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കണ്ടില്ലേ, ഇവിടെ ഒന്നും തീരെ ആയല്ല. എരുന്തൊക്കെ നന്നായിട്ട് കാണുന്നില്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എരുന്തെന്നാട്ടോ പറയാ. ഈ ബ്ലാക്കിൽ കാണുന്നതൊക്കെ എരുന്താണ് കേട്ടോ. ഞാൻ ഹെമിൻ എടുക്കാൻ വേണ്ടി കരയിലേക്ക് വന്നതായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരിക. എന്നിട്ട് ബോട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു സൺസെറ്റ് ഒക്കെ കൂടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇതിന്റെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. ഈ ബോട്ടിന്റെ അകത്തുനിന്ന് നല്ല പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. സൂര്യൻ വരെ സൂര്യന്റെ സമയത്തിന് പോയി. പക്ഷെ ഇവരൊന്നും ഇതുവരെ വെള്ളത്തിന്ന് കയറിയിട്ടില്ല. ആ ഓടിക്കളിക്കുന്നവനാണ് ഹെമിൻ. അവന് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് സീനത്തത്. ഇവനെ എടുത്ത് കരയ്ക്ക് എത്തിക്കാൻ നോക്കാണ്. പക്ഷെ ഇവന് നടന്നിട്ട് തന്നെ വരണം. അവസാനം അവര് നടന്നിട്ട് തന്നെ വന്നു. അവര് പറഞ്ഞ പോലെ ബക്കറ്റ് നിറച്ചിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. അവരെന്തായാലും അവരെ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട്. ഈ ബക്കറ്റ് നിറയെ ഇരുന്നിനെ കിട്ടിയിട്ടുണ്ട്, അതായത് കക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാ? ഈ കവറെ എനിക്ക് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാർ വലയായിട്ട് വന്നത്. ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഇതാ എടുത്തോന്ന് പറഞ്ഞിട്ട് അവർ വല വീശിയതാണിത്. ഇനി ഇവരെന്തിനാ പിടിക്കുന്നതെന്ന് അറിയണ്ടേ? അതെ, ഇവിടെ കുറേ ചെമ്മീനുകളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ചെമ്മീനുകൾ ഇങ്ങനെ തുള്ളി പോകുന്നത്. ഈ ടോർച്ച് അടിച്ച് പിടിച്ചത് എന്തിനാണെന്നറിയോ? വെളിച്ചം കാണുമ്പോൾ അവർ മുകളിലേക്ക് വരും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് കറുത്തവാവാണ്. അപ്പൊ ആ സമയത്ത് കുറേ ചെമ്മീനുകൾ ഉണ്ടാവും. ചിലർക്ക് കൊഞ്ചെന്ന് പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക. ഈ കൊഞ്ചിനെ മാത്രമേ ഇവിടുന്ന് പിടിച്ചിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇവർ കുറെ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. എല്ലാവരും വലയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതേപോലെ മീനിനെ.
വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇത് കഴുകി വൃത്തിയാക്കാൻ തുടങ്ങി. ഇതിനെ കൊണ്ട് ഇനി എന്തുണ്ടാക്കുന്നുള്ളത് യൂട്യൂബിൽ സെർച്ചിങ് ആയിരുന്നു എല്ലാവരും. അവസാനം എങ്ങനെയൊക്കെയോ വേഗം കഴുകി അടുപ്പത്ത് വെച്ച് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. ഇത് കാണുന്ന പോലെ തന്നെ നല്ല പണിയുള്ള പരിപാടിയാണ്. പിന്നെ കുറെ ആൾക്കാരുള്ളത് കൊണ്ട് വേഗം കഴിഞ്ഞെന്ന് വേണം പറയാൻ. ഞാൻ ഈ കല്ലുമ്മക്കായ കഴിക്കെങ്കിലും ഞാൻ ഒട്ടും എരുന്ത് ഫാനല്ല. ആർക്കും യൂട്യൂബിൽ തപ്പിയിട്ടാണെങ്കിൽ ഒന്നും കിട്ടിയതില്ല. അതുകൊണ്ട് ഒരു നീട്ടി കറി പോലെ ആക്കി. കാരണം എല്ലാവർക്കും തികയണല്ലോ. എല്ലാവരും നല്ല ടയേർഡിലാണ്. എങ്ങനെയെങ്കിലും വേഗം ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാന്നുള്ള മൈൻഡാണ്. ഇതിൽ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി, മുളകും പൊടി, അതേപോലെ തന്നെ പെരുംജീരകത്തിന്റെ പൊടി. ഈ വെള്ളത്തിലിറങ്ങി വന്നാലേ ഭയങ്കര വിശപ്പാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാവുന്ന വരെ പിടിച്ചു വെച്ചതാണ്. പിന്നെ 2 ബ്രെഡും വാങ്ങിച്ച് പത്തിരിയും ചുട്ട്. ഇപ്പൊ കാണിച്ച എല്ലാവരും നിങ്ങൾക്കൊരു നായകനോ നായികയോ ആക്കിയെടുക്കും. എന്നാ ഇനി കാണിക്കുന്നവനാണ് യഥാർത്ഥ വില്ലൻ. ഞണ്ടിന്റെ അടുത്തുനിന്ന് എങ്ങനെങ്കിലും ആ ചെമ്മീനെ രക്ഷിക്കണം. പിടിച്ചതിനെ വിടാതെ തന്നെയാണ് അടുത്തതിനെ പിടിക്കാൻ വേണ്ടി ഇത് പോകുന്നത്. ആ ചെമ്മീൻ ഇനി അതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ അതും കൂടെ അത് ശരിയാക്കും. ഞങ്ങളെല്ലാരും കൂടി ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ചുറ്റിലും നിൽക്കുകയാണ്. അഥവാ ഈ ബക്കറ്റ് ഇട്ടാണ് പറഞ്ഞാൽ പിന്നെ തീർന്ന് ഞങ്ങളുടെ കഥ. എവിടെയൊക്കെ ഓടണമെന്ന് ഒരു ഐഡിയ ഇല്ല. മാമൻ എവിടുന്നോ കോലൊക്കെ കൊണ്ടുവന്ന് ആ ഞണ്ടിനെ ആദ്യം പിടിച്ചു വെച്ച്, അല്ലെങ്കിൽ ഇതിനൊന്നും എടുക്കാൻ പറ്റില്ല. മാമൻ എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, ഇതിന്റെ സ്ഥാനത്ത് നിങ്ങളെ കൈ ആലോചിച്ചാൽ മതിയെന്ന്. ഇപ്പൊ മനസ്സിലായോ വളരെ സംഭവ ബഹുലമായൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന്? കാരച്ചെമ്മീൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഏത് ഫിഷിന്റെ പേര് മാമനോട് ചോദിച്ചാൽ മതി, മാമൻ പറഞ്ഞുതരും. അത്രയ്ക്ക് ക്രേസാണ്. അങ്ങനെ ഈ വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് അന്നേ ദിവസം ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വീഡിയോസ് നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം.